നിങ്ങൾ പന്നികളുടെ മുന്നിൽ മുത്ത് പൊടിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തവന്റെ മുന്നിൽ നമ്മൾ വിളമ്പാൻ നിൽക്കരുത്. മേയറായിട്ടോ MLA ആയിട്ടോ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അവര് ഈ റോഡിൽ ഈ പൊറോട്ട നാടകം കാണിക്കല. 100%. ഏത് വന്നാൽ ഏതിന് ഞാൻ ഡ്യൂട്ടി കൊടുക്കും. ഏത് ഓടിക്കുന്ന വണ്ടിയുടെ അതേ ദൂരം തന്നെ ഓടുന്ന വണ്ടിയാണ്. എന്റെ വണ്ടിയിൽ 3000 രൂപ ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട്. പോയി വരുമ്പോ 3000 രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. പിന്നെ ഏതു എന്തിനകത്ത് നിൽക്കുന്നത്? KSRTC ജീവനക്കാരനായ യദു, അതും ദിവസവേതന 715 രൂപയുടെ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന, രാവും പകലും ഇല്ലാതെ ഉറക്കമൊഴിച്ച് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. അയാളെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കാൻ കഴിയുമോ ആ തരത്തിലൊക്കെ മേയർ അമ്മയും സച്ചിൻ ദേവ് MLAയും ഉപദ്രവിക്കുന്നുണ്ട്. ഒപ്പം KSRTCക്കാരും. എന്തായാലും ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഈ കാര്യത്തിൽ യദുവിന് രക്ഷകനായി എത്തിയിരിക്കുകയാണ് റോബിൻ ഗിരീഷ്. റോബിൻ ഗിരീഷിനെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങൾ, MVDയുടെ ഇടപെടൽ മൂലം അദ്ദേഹത്തിനുണ്ടായ മാനസികമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ. അതുകൊണ്ട് തന്നെ യദുവിനെ ഏറ്റെടുക്കാൻ, യദുവിന് ജോലി കൊടുക്കാൻ ദിവസം 3000 രൂപ വേതനത്തിൽ യദുവിന് പറ്റുന്ന സമയങ്ങളിലൊക്കെ വന്ന് ജോലി ചെയ്യാം. അങ്ങനെ യദുവിനെ ഏറ്റെടുക്കാൻ യദുവിന് രക്ഷകരായ റോബിൻ ഗിരീഷ് എത്തുകയാണ്. മാത്രമല്ല ഈ മേയറെയും സച്ചിൻ ദേവ് MLAയും പിണറായിയും ഒക്കെ പൊളിച്ചടുക്കുകയാണ് റോബിൻ ഗിരീഷ്. കാരണം റോബിൻ ഗിരീഷ് അനുഭവിച്ച വേദന അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുപോലെ ഇനി ആരും അനുഭവിക്കരുത്. പ്രത്യേകിച്ച് പിണറായി ഭരിക്കുന്ന കേരളത്തിൽ സഹാക്കന്മാർക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം. വെള്ളരിക്ക പട്ടണമാണ്. സാധാരണക്കാരനായ ഒരാളാണ് ഈ KSRTC ബസ് തടഞ്ഞ് സീബ്ര ലൈനിൽ വാഹനമിട്ടത് എങ്കിൽ ഇപ്പോൾ അവൻ ജയിലിനുള്ളിലായേനെ. മേയർക്കും MLAക്കുമെതിരെ, ജനപ്രതിനിധിയാണ് ഒരു MLA, ആ MLA തെറ്റ് കാണിച്ചിട്ടും മേയർ തെറ്റ് കാണിച്ചിട്ടും, തലസ്ഥാനത്തിന്റെ മാതാവാണ് മേയർ അമ്മ, തെറ്റ് കാണിച്ചിട്ടും അവർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ കേരള പോലീസിന് കഴിയുന്നില്ല. പിണറായിയുടെ വെറും അടിമകളായി കേരള പോലീസ് മാറുന്നു. സാധാരണ ജനങ്ങളുടെ നെഞ്ചത്ത് കയറാൻ കേരള പോലീസിന് എന്ത് തിടുക്കമാണ്. മേയറെയും സച്ചിൻ MLAയും കാണുമ്പോൾ പോലീസുകാർ കിടുകിട വിറയ്ക്കുന്നു. അതാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് തെണ്ടിത്തരവും കാണിക്കാം, സഹാവായാൽ മതി. അതാണ് ഇപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. എന്തായാലും റോബിൻ ഗിരീഷിന്റെ വാക്കുകളിലേക്ക്. ചേട്ടാ, ഈ യദുവിന് എപ്പോ വന്നാലും ജോലി കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. ഈ MVD ഒക്കെ ഒരിക്കൽ ചേട്ടനെ ഇതുപോലെ മാനസികമായി തളർത്തിയതും ബുദ്ധിമുട്ടിച്ചതും ഒക്കെയാണ്. നമ്മളെ കേരളക്കാരെ ഒന്നാകെ റോബിൻ ഗിരീഷിനോടൊപ്പം നിന്നൊരു സാഹചര്യമാണ് കണ്ടത്. ഇപ്പൊ ഈ യദുവിന്റെ വിഷയത്തിൽ എന്താണ് പറയുക? കാരണം ഒരു 715 രൂപയ്ക്ക് ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. എനിക്ക് പറയാനുള്ളത്, എന്റെ വണ്ടി യദു ഓടിക്കുന്ന വണ്ടിയുടെ അതേ ദൂരം തന്നെ ഓടുന്ന വണ്ടിയാണ്. എന്റെ വണ്ടിയിൽ 3000 രൂപ ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട്. പോയി വരുമ്പോ 3000 രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. പിന്നെ യദു എന്തിനകത്ത് നിൽക്കുന്നത്? അകത്തെ തന്നെ അതിൽ തൂങ്ങിയൊന്നും പറഞ്ഞ് പെൻഷൻ കിട്ടുമൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്റെ വണ്ടി വന്ന് ഞാൻ എന്റെ വണ്ടിയിൽ ഡ്യൂട്ടി തന്നേക്കാം. എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ മേയറും MLA അവരിയ്ക്കുന്ന തസ്തികയുടെ വില എന്തെന്നോ മൂല്യം എന്തെന്നോ അറിയില്ല. ബൈബിളിലൊരു വചനമുണ്ട്, നിങ്ങൾ പന്നികളുടെ മുന്നിൽ മുത്ത് പൊടിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തവന്റെ മുന്നിൽ നമ്മൾ വിളമ്പാൻ നിൽക്കരുത്. കാരണം മേയറായിട്ടോ MLA ആയിട്ടോ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അവര് ഈ റോഡിൽ ഈ പൊറോട്ട നാടകം കാണിക്കല. ഒരു ഡ്രൈവറോട് തായം കളിക്കാനുള്ള സ്ഥാനമാണോ അവര് വഹിക്കുന്നത്? ഒരു ബസ് ഡ്രൈവറുമായിട്ട് യുദ്ധം ചെയ്യാൻ ഇരിക്കുന്നതാണോ? അവർക്ക് മേയർക്ക് ഒരു ഫോൺ കോള്, കയ്യിലിരിക്കുന്ന ഫോൺ എടുത്തിട്ട് ഒരു കോള് അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് മേയർ പറയാണ്, ഇന്ന വണ്ടി ഇന്നപോലെ ഔപര്യാദ പെരുമാറി, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്തു, അത് കേസെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കൂലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അത്രയും വലിപ്പമുള്ള ആൾക്കാർ പറയാതെ തന്നെ എന്നെയൊക്കെ ബുദ്ധിമുട്ടിപ്പിച്ച എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പം ഇത് നിസ്സാരമായി ചെയ്യാവുന്ന കാര്യം. ഈ ഞാൻ ചോദിക്കുന്ന കോളേജിലൊക്കെ പിള്ളേര് ബസ് തടയാന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമായി പോയില്ലേ? നാണമുണ്ടെങ്കിൽ ഈ മേയറും MLAയും കൂടെ ഈ പണി കാണിക്കുമോ? ഒരു ബസ് തടഞ്ഞ് ഡ്രൈവറോട് തായം കളിക്കാനുള്ളതാണോ അവര് വഹിക്കുന്ന തസ്തിക? ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചോട്ടെ.
ഈ ചേട്ടൻ നിയമലംഘനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടനെതിരെ ഈ റോബിൻ ഗിരീഷിനെതിരെ ഈ MVD മുക്കിന് നിന്ന് റോബിൻ ഗിരീഷിനെ ബസ് തടയുന്നത്, ബസ് കസ്റ്റഡിയിൽ എടുക്കുകയൊക്കെ ചെയ്തത്. ഇപ്പൊ MLA-യും മേയറും കാണിച്ചത് സീബ്ര ലൈനിൽ കൊണ്ടുവന്ന് KSRTC ബസ് തടഞ്ഞ് വണ്ടി സീബ്ര ലൈനിലിട്ടു. ഇത് കേസെടുക്കേണ്ട ക്രിമിനൽ കുറ്റമാണ്. എന്നിട്ടും ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇതിനു മുന്നേ ജയിലിൽ കിടന്നേനെ. എന്നിട്ടും ഭരിക്കുന്ന പാർട്ടിയുടെ MLA-ക്കും മേയർക്കും എന്താ കൊമ്പുണ്ടോ എന്നാണ് സാധാരണ ജനം ചോദിക്കുന്നത്. ജനം ചോദിക്കുന്നത് സത്യമല്ലേ? കാരണം ഇവരോട് നിയമം കയ്യിലെടുക്കാൻ ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത്? അതോ KSRTC-യുടെ അല്ലെങ്കിൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രനോ ഈ പറഞ്ഞ MLA വല്ലല്ലോ? അപ്പൊ അതിന്റേതായ വകുപ്പിന് ഭരിക്കുന്ന മന്ത്രിയുണ്ട്, അവര് പറയട്ടെ. പിന്നെ എല്ലാത്തിനും സൂപ്പർ പവർ ഒരാളുണ്ട്, സൂപ്പർ പവർ തീരുമാനിക്കും, അത് നടപ്പിലാക്കും. എന്റെ കാര്യത്തിലും ഞാൻ അന്യായമായിട്ട് നിയമം ഇല്ലാതെ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന് അന്നിരുന്ന മന്ത്രി ഘോരം പ്രസംഗിച്ചായിരുന്നല്ലോ. ഇന്ന് ഡിസംബർ 26 മുതൽ ഇന്ന് വരെ എന്റെ വണ്ടി ഭംഗിയായിട്ട് ഓടുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. എന്നിട്ടും ഇപ്പോഴും ഞാൻ അനധികൃത സർവീസുകാരനാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം ചുരുക്കത്തില് നെല്ലും പതിലും തിരിച്ചറിയാനുള്ള വിവരം ഈ പറഞ്ഞ സാറുമാർക്ക് ഇല്ല, അത്രേ ഉള്ളൂ. അപ്പൊ യദുവിനെ ഏറ്റെടുക്കാൻ ചേട്ടൻ തയ്യാറാണ്? 100%. യദു വന്നാൽ യദുവിന് ഞാൻ ഡ്യൂട്ടി കൊടുക്കും. പറ്റുന്ന ഡ്യൂട്ടി ചെയ്യാം, അല്ലാത്തന്നെ ഞാൻ അടുത്ത ആളിനെ ഇട്ടോളാം. അത് യദു അറിയേണ്ട കാര്യമില്ല. യദു വരുമ്പോൾ യദുവിന് ഡ്യൂട്ടി. പിന്നെ മാന്യമായിട്ട് ഓടിക്കുന്ന ഒരു ഡ്രൈവറാണെന്നും അവന് മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതിനകത്ത് എനിക്ക് വേറെ ആരുടെ ചീറ്റിന്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും എന്റെ അടുത്ത് വന്നാൽ ഞാൻ ഡ്യൂട്ടി കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ ഉള്ള എന്റെ സർവീസുകൾ ഞാൻ ഓടിപ്പിക്കുകയും ചെയ്യും. അതിനൊന്നും മാറ്റമില്ല.